മഹാരഥനായ കർണൻ മഹാഭാരതത്തിലെ ഏറ്റവും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അർജുനനോടൊത്താണ് നമ്മൾ കർണനെ കമ്പയർ ചെയ്യാറ് പതിവായി. പക്ഷേ അർജുനന്റെ അത്രയും ഒരു ഗ്രൗണ്ട് സപ്പോർട്ടൊന്നും കിട്ടാത്ത ഒരാളാണ് കർണൻ. എന്നാലും ആ അനീതിയൊക്കെ നേരിട്ടിട്ടും ഒരു സൂതപുത്രൻ എന്നൊരു ലേബലിൽ നിന്ന് അംഗരാജൻ എന്നൊരു ലേബലിലേക്ക് കർണൻ എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് യാതനകൾ അനുഭവിച്ച് വിജയിച്ച ഒരു കഥാപാത്രമായതുകൊണ്ടാണോ എന്നറിയില്ല, കർണന് എപ്പോഴും ഒരു ഫാൻ ബേസ് ഉണ്ട്. ആണോ സജി ചേട്ടാ? അനുപമ ഇപ്പൊ നേരത്തെ പറഞ്ഞ സൂതപുത്രൻ എന്നുള്ള വാക്കുണ്ട്. നമുക്ക് ഈ വാചകത്തിൽ നിന്നും തുടങ്ങാം. ശരിക്കും കർണൻ നമുക്കൊക്കെ അറിയാം, സൂര്യപുത്രനായിട്ട് ജനിച്ച ആളാണ്. സൂര്യന്റെ പുത്രനാണ് കർണൻ. സൂര്യന്റെ കവചങ്ങളൊക്കെ ആയിട്ട് ജനിച്ചിട്ടുള്ള ഒരാള്. ഒരു വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ജന്മത്തിന്റെ അവകാശിയായിട്ടാണ് കർണൻ വരുന്നത്. മാത്രമല്ല കർണൻ ഒരു സൂപ്പർ ഹീറോ ആണ്. നമുക്കെപ്പോഴും കാര്യം എല്ലാവരും അർജുനനെ കുറിച്ച് വിശേഷിപ്പിക്കുമെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു സ്വകാര്യമായിട്ട് നമ്മൾ രഹസ്യമായിട്ട് നമ്മളെല്ലാവരും കർണനെ ആരാധിക്കുന്ന ആൾക്കാരാണ്. എന്തോ ഒരു കണക്ഷൻ നമുക്ക് എല്ലാവർക്കും കർണനോടുണ്ട്. അത് കർണന്റെ ഒരു ക്യാരക്ടറിൽ വരുന്നൊരു, എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമുക്ക് ഒരാളുടെ കഴിവും ക്യാരക്ടറുമാണ് നമ്മൾ ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും, അല്ലെ? ശരിയല്ല? അപ്പൊ എവിടെയോ നമുക്ക് ക്യാരക്ടറിൽ വെച്ച് നോക്കുമ്പോൾ കർണന്റെ കുറച്ചും കൂടി മികച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടർ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ നമ്മൾ സ്ഥിരം പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ, ഈ അടുത്ത് ഭയങ്കരമായിട്ട് ഡിസ്കഷൻ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ, അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്സും അതിന്റെ പ്രോഗ്രാംസും അതിൽ വിശ്വസിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. പക്ഷെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ആക്ച്വലി നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മളുടെ തന്നെ പുരാണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് കേട്ടോ. കാരണം ലോ ഓഫ് അട്രാക്ഷന്റെ തുടക്കം തന്നെ അനുപമക്ക് അറിയാലോ എങ്ങനെയാണ്. അതായത് ബ്രഹ്മാവിന്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടായെന്ന് പറയുന്നത്. അതായത് ബ്രഹ്മാവിന്റെ ഒരു സങ്കല്പത്തിൽ നിന്നാണ് അത്രേ ഈ മൊത്തം പ്രപഞ്ചം ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ലോ ഓഫ് അട്രാക്ഷൻ വന്നിരിക്കുന്നത് ബ്രഹ്മാവിൽ നിന്നാണ് എന്നാണ്. അതെ, അതായത് ജസ്റ്റ് ഒരു തോട്ട്, ഒറ്റ തോട്ടിൽ നിന്ന് ടോട്ടൽ ക്രിയേഷൻ ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ തോട്ട് മേക്സ് തിങ്സ് എന്ന് ഇപ്പോൾ നമ്മളുടെ പുതിയ ജനറേഷൻ പറയുന്നുണ്ട്. തോട്ട് മേക്സ് തിങ്സ് എന്ന്. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിരന്തരമായിട്ട് ചിന്തിക്കുന്നത് അത് സംഭവിക്കും എന്നുള്ളത് പുതിയ ആളുകളൊക്കെ പറയുന്ന വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഫസ്റ്റ് തോട്ടിൽ നിന്നാണ്, അയാളുടെ അതായത് ബ്രഹ്മാവിന്റെ ഒരൊറ്റ തോട്ടിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സനാതനധർമ്മം എത്രയോ കാലം മുൻപേ തന്നെ ഈ ഒരു പ്രിൻസിപ്പിളിൽ ഈ ഒരു പേരിൽ അല്ലെങ്കിൽ പോലും വിശ്വസിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കർണനിലേക്ക് വരാം. കർണനിലൊരു ഒരു തോട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ആൾക്കാർ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു തോട്ട്. കർണൻ അറിയില്ല കർണൻ സൂര്യപുത്രനാണെന്നുള്ള കാര്യം. കർണൻ കാണുന്നത് കർണന്റെ അച്ഛൻ സൂതനായിട്ടാണ്, കർണന്റെ അമ്മ ആ വിഭാഗത്തിൽ വരുന്ന ആളായിട്ടാണ്. അപ്പോൾ കർണനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വയം സൂതപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അയാളുടെ ഇത്രയും വലിയ ഒരു ലീനിയേജിന്റെ ഭാഗമാണ് അയാളെന്ന്, ഇത്രയും വലിയൊരു പൈതൃകത്തിന്റെ ഭാഗമാണെന്നൊന്നും നമ്മുടെ പ്രിയപ്പെട്ട കർണനെ അറിയില്ല. അപ്പൊ കർണനെ ഓഫ് കോഴ്സ് എപ്പോഴും കർണനെ ആൾക്കാർ ആക്ഷേപിക്കുന്നുണ്ട്, അധിക്ഷേപിക്കുന്നുണ്ട്. ദ്രോണാചാര്യർ അധിക്ഷേപിച്ചിട്ടുണ്ട്, നീ ഒരു സൂതനാണ്, നിന്നെ എനിക്ക് ആയുധവിദ്യ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലായിടത്തും അപമാനിതനായിട്ടുള്ള ഒരാളാണ് കർണൻ. എവിടെയും അതായത് ഒത്തിരി കഴിവുകളുള്ള ഒരു മനുഷ്യൻ ജാതിയുടെ കാരണത്താൽ മാത്രം, ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അത് ജാതിയുടെ ഒരൊറ്റ പേരില് പല സ്ഥലങ്ങളിലും സ്ഥാനം നഷ്ടപ്പെട്ടുള്ള ഒരാളാണ്. കഴിവിന്റെ പേരിലല്ല, കഴിവുകൊണ്ട് എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ആള്. കഴിവുകൊണ്ട് ഒരു അടി അല്ലെങ്കിൽ ഒരു പടി അർജുനനേക്കാളും മുകളിൽ നിൽക്കുന്ന കർണൻ ജാതിയുടെ ഒറ്റ പേരിൽ താഴ്ത്തപ്പെടുകയാണ്. അപ്പൊ ഇവിടെ ഈ അവസരത്തിലാണ് ദുര്യോധനൻ കൂടെ നിൽക്കുന്നത്. അപ്പൊ ദുര്യോധനൻ നമുക്കറിയാം പല അധർമ്മങ്ങളുടെയും ഭാഗമായിട്ടുള്ള ഒരാളാണ്. എന്നാലോ നമ്മുടെ കർണൻ അങ്ങനെയല്ല. കർണൻ നീതിയുടെ ഒരു എന്താ പറയാ, ഒരു പ്രതിബിംബം, നമ്മൾ അതിന്റെ ഒരു പ്രതിബിംബം എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അതൊരു ഒരു മറുവാക്ക് ഓഫ് നീതി എന്ന് വേണമെങ്കിൽ നമുക്ക് കർണനെ വിളിക്കാം. അത്രയധികം നീതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാള്. പക്ഷെ ഇത്രയധികം നീതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാള് എന്തുകൊണ്ടാണ് ഇത്രയധികം അധർമ്മം പുലർത്തുന്ന ദുര്യോധനന്റെ കൂടെ നിൽക്കുന്നതും ദുര്യോധനൻ എന്ത് പറയുന്നതും എന്ത് ചെയ്യുന്നതും കർണന് ശരിയായി മാറുന്നതിന് ഒറ്റ കാരണമുള്ളൂ കേട്ടോ. കാരണം ദുര്യോധനൻ എന്ന ഒറ്റ വ്യക്തി മാത്രമാണ് കർണനെ അംഗീകരിച്ചിട്ടുള്ളത്, കൊടുത്ത് രാജാവാക്കി വാഴിച്ചത്. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മളുടെ ഒരു പ്രശ്നത്തിന്റെ സമയത്ത് നമ്മളെല്ലാവരും തഴയുമ്പോൾ നമ്മളെ ആരെങ്കിലും കൂടെ, നമ്മൾ നേരത്തെ സംസാരിച്ചൊരു വിഷയം പോലെ അതാണ്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തില് നമ്മളെ ആൾക്കാർ തഴയുന്ന ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വിജയിച്ച് നിൽക്കുന്ന ഒരാളെ കൂടെ നിർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ
പെടുന്ന സമയത്ത്, ആരും ഇല്ലാത്ത സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരാളെ നമുക്ക് ഒരു ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദുര്യോധനൻ എന്ത് തെറ്റ് ചെയ്യുന്നതും കർണനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയാണ്. കണ്ണടച്ച് കളയാണ് കർണൻ. കണ്ണടച്ച് കളയേണ്ട ആവശ്യമൊന്നും കർണനില്ല. കർണൻ വാട്ട് എവർ ദുര്യോധനൻ ഇസ് ഡൂയിങ്, ഇറ്റ് ഇസ് റൈറ്റ് ഫോർ കർണ, ഇറ്റ് ഇസ് റൈറ്റ്. എനിക്കത് ശരിയാണ്. അത് കർണൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, കർണൻ അതിനെ ജഡ്ജ് ചെയ്യുന്നില്ല. ഫോർ മീ ദിസ് ഇസ് റൈറ്റ്, അത്രേ ഉള്ളൂ. കർണൻ അങ്ങനെയാണ്, ദിസ് ഇസ് റൈറ്റ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ നോക്കാം. ഒന്ന്, കർണൻ എന്ന് പറയുന്ന ഇത്രയധികം ക്യാരക്ടർ വൈസ് നമ്മളെല്ലാം പുകഴ്ത്തുന്ന കർണൻ, എന്തും ആർക്കും നൽകുന്ന കർണൻ, കർണന്റെ മുന്നിലാണ് അഭിമന്യു വെട്ടേറ്റ് വീണത്. 19കാരനായ അഭിമന്യു, അതായത് ആർക്കും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവത്തിനും കൂടി ഉടനെയായിരുന്നു അഭിമന്യു എന്നാണ് പറയുന്നത്. അതായത് അർജുനന് ആരെങ്കിലും പകരം വെക്കാനുണ്ടെങ്കിൽ അത് എപ്പോഴും അഭിമന്യു തന്നെയായിരുന്നു. കാരണം യുദ്ധത്തിന്റെ കാര്യത്തിൽ അർജുനന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു ആര്? ചെറിയൊരു കുട്ടി പയ്യൻ പോലും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു 19 വയസ്സുകാരൻ എങ്ങനെയാണോ, ഒരു ടീനേജർ അല്ലേ, ഒരു ടീനേജർ, അത്രയും ഒരു ബാലൻ, ഒരു കുട്ടി എന്ന് പറയാം. ആ കുട്ടീനെ 4 പേര്, ഈ മഹാരഥന്മാരെന്നൊരു വാക്ക് നേരത്തെ ഇദ്ദേഹത്തെ കുറിച്ച്, കർണനെ കുറിച്ച് പറഞ്ഞല്ലോ. 4 മഹാരഥന്മാർ വട്ടം ചേർന്ന് ആണ് ഒറ്റക്ക് പൊരുതി അവസാനം പുറകിൽ നിന്ന് കുത്തി വീഴ്ത്താണ് ചെയ്യണത് ആരെ? അഭിമന്യുവിനെ. ചോര വാർന്ന് മരിക്കാൻ പോകുന്ന അഭിമന്യു വെള്ളം ചോദിക്കുന്ന ഒരു രംഗമുണ്ട് മഹാഭാരതത്തിൽ. അതൊരു ഒരു രക്ഷയില്ലാത്തൊരു രംഗമാണ്. അതായത് നമ്മളവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പോലും അവിടെ വെള്ളം എടുത്ത് കൊടുത്തു പോകും, അങ്ങനത്തെ രംഗം. അപ്പോ വെള്ളം ചോദിക്കുന്ന അഭിമന്യു ഈ കർണൻ നിൽക്കുന്നുണ്ട് കാഴ്ച നോക്കിയിട്ട്. കർണന്റെ ഉള്ളിൽ ദയ തോന്നുന്നുണ്ടാവും, കർണന്റെ ഉള്ളിൽ അലിവ് തോന്നുന്നുണ്ടാവും. കാരണം കർണനല്ലേ ഒന്നുമില്ലെങ്കിൽ, കർണന്റെ ഉള്ളിൽ വിങ്ങി പൊട്ടണുണ്ടാവും. പക്ഷെ കർണന്റെ തൊട്ടടുത്ത് ഒരു കുളത്തിലായിട്ട് വെള്ളമുണ്ട്, ഒരു കുഴിയിലായിട്ട് വെള്ളമുണ്ട്. കുളമല്ല, ഒരു കുഞ്ഞു കുഴിയിലായിട്ട് വെള്ളമുണ്ട്. അതിൽ നിന്നാണ് വെള്ളം ചോദിക്കുന്നത്. കൈ നീട്ടുന്നത് കർണന്റെ നേരെയാണ്. കാരണം കർണനാണ് ഈ കുഴിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാള്. നമ്മളായിരിക്കും കർണൻ വാരിക്കോരി ഓടിച്ചെല്ലും വെള്ളം എടുത്തിട്ടുണ്ട്, കാരണം അനങ്ങിയില്ല. അല്ല, ആ ഒരു സീനോട് കൂടിയിട്ടാണ് കർണനോട് എന്തെങ്കിലും ഒരു ദേഷ്യം നമുക്ക് തോന്നുന്നത്. അവിടെ കർണനോട് നമുക്ക് ദേഷ്യം മാത്രമേ തോന്നുള്ളൂ കേട്ടോ. കാരണം അവിടെ കർണൻ എന്ത് ജസ്റ്റിഫിക്കേഷൻ ആണെങ്കിലും ഉള്ളത്, കർണൻ അവിടെ എന്ത് രീതിയിലുള്ള ന്യായീകരണം ഉണ്ടെങ്കിലും കർണൻ അവിടെ ചെയ്തതിനോട് നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അത് നമുക്ക് ഇപ്പോഴിത്രയും കാലത്തിന് ശേഷം പൊരുത്തപ്പെടാം. ദുര്യോധനൻ അടുത്ത് നിൽക്കുന്നുണ്ട്, ദുര്യോധനെ പിണക്കണ്ട, ദുര്യോധനൻ വിഷമിക്കരുതെന്ന് ഓർത്തിട്ട് മാത്രമാണ് കർണൻ. കമ്മിറ്റ്മെന്റ്, ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് രീതിയിൽ നമുക്ക് എടുക്കണം എന്നുള്ളതാണ്. പക്ഷെ എനിക്കിവിടെ കർമ്മ തിയറി അല്ലെങ്കിൽ ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന തിയറിയുടെ ഒരു കർമ്മ തിയറിയും ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഏകദേശം കണക്റ്റഡ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതേ കുഴിയിലാണ് കർണന്റെ രഥം സ്റ്റക്ക് ആവുന്നത്. ഈ രഥം സ്റ്റക്ക് ആകുമ്പോൾ വേറെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണന്റെ തേരാളി ശല്യരാണ്. ശല്യർ ക്ഷത്രിയനാണ്. ശല്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സൂതപുത്രന്റെ ഡ്രൈവറാണല്ലോ എന്നുള്ള ഒരു കോംപ്ലക്സ് ആർക്കുണ്ട്? ഈ സുപ്പീരിയർ കോംപ്ലക്സിൽ നിൽക്കുന്ന ശല്യർക്കുണ്ട്. അപ്പൊ ഞാൻ ഇവന്റെ തേരാളിയായി വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. ശല്യരെ ആ പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നത് കൃഷ്ണനാണ്. പക്ഷെ അവിടെ ശല്യരുടെ ഉള്ളിലുണ്ട് ഒരു കോംപ്ലക്സ്. എന്ത്? ഞാൻ ഈ സൂതന്റെ തേരാളിയായിട്ട് ഒരു ഗതികേട് എനിക്ക് വന്നല്ലോ എന്നുള്ളത്. അപ്പൊ ഓരോ തവണയും കർണനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയിട്ടാണ് ആര്? ശല്യർ. എങ്ങനെ? സാധാരണ ഒരു തേരാളി എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ആരാണോ തന്റെ പോരാളി. കൃഷ്ണനെ കൊടുത്തിരിക്കുന്ന ഈ ഭഗവത്ഗീത ഫുള്ള് മോട്ടിവേഷൻ അല്ല. അപ്പൊ അർജുനനെ ഫുൾ ടൈം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തേരാളിയാണ് കൃഷ്ണനെങ്കിൽ ശല്യര് ഫുൾ ടൈം ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തമ്മിലുള്ള ഒരു ഐറണി, ഒരു വിരോധാഭാസം നോക്കണം കേട്ടോ. പക്ഷെ അത്രയും ഡീമോട്ടിവേഷന്റെ ഇടയിലും കർണൻ തളരുന്നില്ല. കർണൻ ചതിയിലൂടെ തന്നെയാണ് കൊല്ലപ്പെടുന്നത്. കർണൻ പക്ഷെ ആ കുഴിയിലാണ് വീണത്. കർണൻ അഭിമന്യുവിന് വെള്ളം കൊടുക്കാൻ പ്രകൃതി ഒരു അവസരം ഒരുക്കിയ, അങ്ങനെ വേണം പറയാനായിട്ട്. കർമ്മ, അതാണ് ആ കർമ്മ തിയറി. ആ പ്രകൃതി ഒരു അവസരം ഒരുക്കിയായിരുന്നു കർണന്. എന്ത്? നീ ആ വെള്ളം എടുത്ത് കൊടുക്കൂ. പ്രകൃതി കൊടുക്കും. നമുക്ക് പ്രകൃതി അവസരങ്ങൾ തരും, ഒരാളെ രക്ഷിക്കാൻ, ഒരാളെ സഹായിക്കാൻ. അത് നമ്മൾ കാണാതെ പ്രകൃതി തിരിച്ചു തരുന്ന ഒരു അടി, ഭയങ്കര അടിയാ. നമുക്ക് ആ കുഴിയിൽ കൊണ്ട് രഥം ഇറക്കുന്നു, ആ കുഴിയിൽ രഥം സ്റ്റക്കാവുന്നു. കർണൻ പറയുന്നു ശല്യരോട്, നീ ആ ചക്രം ഒന്ന് പുറത്തേക്ക് എടുക്കൂ കുഴിയിൽ നിന്ന്. ശല്യർ പറയുന്നു, അതൊരു സൂതന്റെ ജോലിയാണ്, ഞാൻ ചെയ്യില്ല, ഞാൻ ക്ഷത്രിയനാണ്, നീ എന്താ വിചാരിച്ചിരിക്കണം എന്നെ കുറിച്ച്. ഇറങ്ങേണ്ടി വരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ, ഇറങ്ങേണ്ടി വരുന്നു. ആർക്ക്? കർണൻ രഥത്തിൽ നിന്ന്. കർണൻ ചക്രത്തിൽ പിടിക്കുന്നു. അതായത് സൂര്യപുത്രനായിട്ട് ജനിച്ച കർണൻ, സൂതനെടുത്ത് വളർത്തുന്ന
കർണൻ. എപ്പോഴും സൂതനാണ് ഞാൻ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന കർണൻ, ഈ സൂര്യപുത്രൻ അവസാന നിമിഷത്തിൽ മരിക്കുന്നത് ഒരു സൂതന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇതാണ് ദ തിയറി ഓഫ് കർമ്മയുടെ ഒരു രക്ഷയില്ലാത്ത. അല്ല, ആ കർണൻ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴും നമ്മുടെ അച്ഛനായ അർജുനനും അല്ലെ മാമനായ കൃഷ്ണനും തക്കം ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടെ അപ്പോഴും അർജുനന് തന്റെ മകനെ ചതിയിലൂടെ കൊന്ന ആളാണ് എന്നുള്ളതൊക്കെ അറിയാം. അതിൽ കൂട്ടുന്ന ആളാണ്, ചതിയിലൂടെ കൊന്ന ആളല്ല. എന്റെ പുത്രനെ ചതിയിലൂടെ കൊന്നവർക്ക് കൂട്ടുനിന്ന ആളാണെന്നുള്ളത് അർജുനന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അപ്പോഴും കൃഷ്ണൻ പറയുന്നുണ്ട്, അർജുന നീ അമ്പയക്കൂ. കൃഷ്ണൻ പറയുന്നുണ്ട് പറ്റില്ല, എനിക്ക് അത് അനീതിയാണ്. കാരണം തേരിന്റെ താഴെ നിൽക്കുന്ന അത് യുദ്ധത്തിന്റെ നിയമം അനുസരിച്ചിട്ട് തെറ്റാണ്. നിരാലംബനായിട്ട് നിൽക്കുന്ന ഒരാളാണ്, തേരിൽ താഴെ നിൽക്കുന്ന ഒരാളാണ്, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോ കൃഷ്ണൻ പറയുന്നുണ്ട്, ഇപ്പൊ നീ നിയമം നോക്കരുത്, നിയമങ്ങളൊക്കെ എന്നേ ഇവര് തെറ്റിച്ചു കഴിഞ്ഞു. അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് അർജുനനെയും കർണനെയും തമ്മിൽ കമ്പയർ ചെയ്യാം. അർജുനൻ ഈ ബന്ധുമിത്രാദികളെയൊക്കെ കാണുമ്പോൾ പകച്ചു നിൽക്കുന്നു, ശ്രീകൃഷ്ണൻ മോട്ടിവേഷൻ നൽകുന്നു, അത് ഭഗവത്ഗീതയായി മാറുന്നു. പക്ഷെ ഇതേ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കർണനുണ്ട്. കർണനും യുദ്ധത്തിന് മുന്നേ കുന്തിദേവി പോയി പറയുന്നുണ്ട്, കർണ നിന്റെ സഹോദരന്മാരാണ് അവര് 4 പേര് എന്ന് പറയുന്നുണ്ട്. അപ്പോ കുന്തിദേവിയോട് കർണൻ പറയുന്നുണ്ട് 5 പേരാണ്. അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും 5 പേര് തന്നെ ഉണ്ടാവും. അതായത് അർജുനനെ ഞാൻ വധിക്കുമെന്നുള്ളതാണ്. അതായിരുന്നു കർണന്റെ ലക്ഷ്യം തന്നെ. പക്ഷെ കർണനെ നമ്മൾ അർജുനനിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ, ഇത്രയും ബന്ധുക്കളാണെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു സോഫ്റ്റ് ഫീലിംഗ് ഉള്ളിൽ ഉണ്ടായിട്ടും ഒരു വാരിയർ എന്താണെന്ന് കാണിച്ചു തന്നു കർണൻ. യുദ്ധമുഖത്ത് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് അവിടെ യാതൊരു ഇമോഷൻസും സ്നേഹബന്ധങ്ങളും ഒന്നുമില്ല. അതാണ് കർണന്റെ ഒരു ക്യാരക്ടർ അല്ലെ, ഒരു വിൽ പവർ. റോളിനോട് 100% നീതി പുലർത്തി എന്നുള്ളതാണ്, ആ റോളിനോട്. കാരണം ഈ റോളിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു എന്നുള്ളത്. കാരണം കുന്തി ദേവി വരുന്നത് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ്. യുദ്ധം തുടങ്ങുന്നതിൽ, അതായത് അത് സൂപ്പർ മാനിപ്പുലേഷൻ ആണ്. കാരണം അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, നമുക്ക് മാനിപ്പുലേഷൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ കുന്തി ദേവി ഗതികേട് എന്നുള്ള രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ എന്റെ മക്കള് തമ്മിൽ ഒരു അടി ഉണ്ടാവരുന്നുള്ള ഒരു അമ്മയുടെ ഒരു ചിന്തയായിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ആ സ്പോട്ട് ശരിയായില്ല, ആ പോയിന്റ് ശരിയായില്ല. നമുക്ക് കുന്തിക്കറിയാലോ ഇത് വളരെ നേരത്തെ അറിയായിരുന്നു ഇത്. കാരണം അത് വളരെ നേരത്തെ മനസ്സിലാക്കിയ ഒരാളാണ് കുന്തി ദേവി, ഇതെന്റെ പുത്രനാണെന്നുള്ളത്. കാരണം കർണൻ അർജുനനെ വെല്ലുവിളിച്ചപ്പോ തന്നെ, കാരണം വെല്ലുവിളിക്കുന്ന ഒരാളുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോ നമ്മളൊരാളെ വെല്ലുവിളിക്കുമ്പോ, നമുക്ക് പറ്റാത്തൊരാളെ വെല്ലുവിളിക്കുമ്പോൾ നമുക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും ഉറപ്പുള്ളപ്പോ നമുക്കൊരു ഒരു കോൺഫിഡൻസിൽ നിന്ന് വരുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ കർണന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലായി കർണന് അർജുനനെ തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ട്. ആ നിമിഷം തിരിച്ചറിയാണ് കർണൻ ആരാണെന്ന് കുന്തിദേവി. അപ്പൊ മനസ്സിലാവണം ഇതെന്റെ പുത്രനാണെന്ന്. അപ്പൊ പറയുന്നുണ്ട്, നീയാണ് ഇവരുടെ മൂത്ത സഹോദരൻ, നീ അവരുടെ ജ്യേഷ്ഠനാണ്, നീ കൗരവരോടെ നിൽക്കരുത്, നീ പാണ്ഡവപക്ഷത്തേക്ക് വരണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അതൊരു ഭയങ്കര സെന്റിമെന്റൽ ഡയലോഗാണ്. അപ്പോഴാണ് കർണൻ പറയുന്നത്, നിങ്ങൾ എന്നെ ഒഴുക്കിക്കളഞ്ഞല്ലേ, നിങ്ങൾ എന്തൊരു അമ്മയാണ്, നിങ്ങൾ എന്നെ ഒഴുക്കിക്കളഞ്ഞല്ലേ പുഴയിലേക്ക്. അത് നിങ്ങൾക്ക് ഞാൻ ആരാണെന്നുള്ള അറിയാമായിരുന്നല്ലോ, എനിക്കറിയില്ലായിരുന്നോ നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന്. ഇപ്പോഴാണോ എന്നെ ഒന്നും കൂടി വേദനിപ്പിക്കാനാണോ നിങ്ങളിപ്പോ എൻ്റെ അമ്മയാണെന്ന് പറയുന്നത്? അതിപ്പോഴാണോ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും 5 മക്കളല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എപ്പോഴും 5 മക്കൾ തന്നെ ആയിരിക്കും. ഞാൻ അർജുനനെ മാത്രമേ വധിക്കുള്ളൂ, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ. കർണന്റെ ഒരു ഭാര്യ വൃഷാലി എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ എവിടേക്കോ വായിച്ചു, ഒരു ഓർമ്മ വന്നാ പെട്ടെന്ന്. വൃഷാലിക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഈ മഹാഭാരതത്തിൽ വരുന്നില്ല. ഇവിടെ ഈ മഹാഭാരതം കുറെ അനീതികൾ കാണിക്കുന്നുണ്ട്. കാരണം മഹാഭാരതം ദ്രൗപദിയിൽ ഫോക്കസ്ഡ് ആണ് ഭയങ്കരമായിട്ട്. ഈ അടുത്ത് ഞാൻ പത്മരാജന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിരുന്നത്, അതായത് സീത ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരാളാണല്ലോ സീത എന്ന കഥാപാത്രം രാമായണത്തിലെ. പക്ഷെ എല്ലാവരും ദ്രൗപദിയുടെ പുറകെയാണെന്ന്. കാരണം അത് മനുഷ്യരുടെ അല്ലെങ്കിൽ പുരുഷന്റെ ഒരു സ്വഭാവം അങ്ങനെയാണെന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പുറകെ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന്, അങ്ങനെ സ്വഭാവം മനുഷ്യർക്കുണ്ട്. എന്നാൽ എല്ലാവർക്കും വേണ്ടി സാക്രിഫൈസ്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യണ ഒരാൾക്ക് മനുഷ്യർ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് ഒരു വലിയ ഹ്യൂമൻ സൈക്കോളജിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ എവിടെയോ ദ്രൗപദിയാണ് സ്റ്റാർ ശരിക്കും മഹാഭാരതത്തിൽ, കുന്തിദേവി ഒന്നുമല്ല.
ആരെങ്കിലും ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ, അത് 5 ഭർത്താക്കന്മാരുള്ള ഈ സ്ത്രീനോടാണ് പിന്നെ എല്ലാവർക്കും താല്പര്യം. അപ്പൊ അവിടെ എവിടെയോ ദ്രൗപദി സ്റ്റാർ ആവുന്നതിന്റെ പിന്നിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളവരെ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നുള്ള ആ ഒരു മാസ് സൈക്കോളജി ഉണ്ടല്ലോ. ഈ ദ്രൗപദിയെ ഈ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് കർണൻ അത് നോക്കിക്കൊണ്ടിരുന്നതും കർണന്റെ ഒരു എൻഡിന് ഒരു കർണൻ മാത്രമല്ലല്ലോ, അവിടെ ദ്രോണരെ നോക്കി, ഭീഷ്മരെ നോക്കി. എന്നാലും കർണന്റെ ക്യാരക്ടർ കർണന്റെ ഒരിക്കലും നോക്കുക, പക്ഷെ അത് അവിടെ ഭീഷ്മരുടെ ക്യാരക്ടറിൽ ഒരിക്കലും നോക്കി നിൽക്കാൻ പാടില്ല. എന്തൊക്കെ അനീതികളോ അതെ അക്രമങ്ങളോ. അതെ അതെ. അവിടേക്ക് ആയിരിക്കാം ഒരുപക്ഷെ ദ്രൗപദി സ്റ്റാറായി മാറിയത്. കാരണം അത്രയധികം നമ്മളൊരു നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടല്ലോ. അതിനൊരു വല്ലാത്ത ബ്യൂട്ടി തന്നെയാണ്. അതെ, സമൂഹം പിന്തിരിഞ്ഞ് നിൽക്കുമ്പോഴും അല്ല ഇതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധ്യമാകുന്ന അത് കാര്യമല്ല. ആ കൃഷ്ണനെ വിളിക്കുന്ന ഒരു രംഗം തന്നെ ഭയങ്കര മനോഹരമാണ്. കാരണം ദ്രൗപദി ആദ്യം സ്വയം രക്ഷിക്കാനാണ് നോക്കുന്നത്. വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ദ്രൗപദി ആദ്യം 2 കൈ കൊണ്ടും പിടിക്കുകയാണ് സ്വയം രക്ഷിക്കാൻ. ഏത് സ്ത്രീയും നോക്കണാനാണ് നോക്കുന്നത്, സ്വയം രക്ഷിക്കാൻ നോക്കുക. പക്ഷെ പുരുഷന്മാര് അത്രയും ശക്തരാണ്, അവരൊരുമിച്ച് നിന്നിട്ടാണ് ഈ സാരി വലിക്കുന്നത്. പ്രത്യേകിച്ച് ദുര്യോധനല്ലേ, ദുശാസനാണ് സാരി വലിച്ചു ഊരണത്. അപ്പൊ ദുശാസനൻ കരുത്തനാണ്. ദ്രൗപദി ഒരു പാവം സ്ത്രീയല്ലേ, എത്ര നേരം പിടിച്ചു വെക്കാൻ പറ്റും? അപ്പൊ പറ്റണില്ല. അപ്പൊ പിന്നീട് ആദ്യം ഒരു കൈയാണ്, പിന്നെ 2 കൈയും പിടിച്ചു ആഞ്ഞ് ശ്രമിക്കുകയാണ്. പിന്നെ 2 കൈയും വിട്ടിട്ട് കൃഷ്ണ രക്ഷിക്കണം എന്നുള്ള വിളിയിൽ, അതാണ് ടോട്ടൽ സറണ്ടർ എന്ന് പറയുന്നത്. ഒരു ഡിവോഷന്റെ ഒരു അൾട്ടിമേറ്റ് പൊസിഷനാണത്. അതായത് ഐ ആം കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ്, ഞാൻ നിസ്സഹായനാണ്, ഞാൻ നിന്നിലേക്ക് എന്നെ സമർപ്പിക്കുകയാണ്, എന്റെ മാനം ഇനി നിന്റെ കയ്യിലാണ് കൃഷ്ണ എന്ന് പറയുമ്പോഴാണ് കൃഷ്ണൻ വരുന്നത്. അതൊരു ഭയങ്കര ഒരു സറണ്ടറിങ്ങിന്റെ ഒരു ബ്യൂട്ടി അവിടെ വരും. അല്ല, ഈ ദൈവം എന്താ ഇങ്ങനെയൊക്കെ, ദൈവം ഇത്ര അല്പനാണോ? നിങ്ങൾ എല്ലാം സറണ്ടർ ചെയ്തിട്ട് വന്നാൽ മാത്രമേ ഞാൻ രക്ഷിക്കുന്നുള്ളൂ. ദൈവം എനിക്ക് ദൈവം ഒരു റേഡിയോ പോലെയാണ് എനിക്ക് തോന്നാറുണ്ട്. റേഡിയോന്റെ ബ്രോഡ്കാസ്റ്റ് അവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, അവിടെ പാട്ടുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അന്തരീക്ഷത്തില്. പക്ഷെ നമ്മൾ ട്യൂൺ ചെയ്താലല്ലേ അത് കിട്ടുള്ളൂ, അല്ലേ? ചാനല് മാറ്റി വെക്കണല്ലേ? ചാനൽ മാറ്റി മാത്രം പോരാ, കൃത്യമായിട്ട് അതുപോലെ ദൈവം എന്ന് പറഞ്ഞ പ്രസൻസ് ഇവിടെ ഉണ്ടെങ്കിലും നമ്മളതായിട്ട് ട്യൂൺഡ് ആവാൻ ട്യൂൺഡായാൽ മാത്രമേ ആ ബ്രോഡ്കാസ്റ്റിലേക്ക് വരുള്ളൂ. അല്ല, അതിനാണ് ഈ വേദനകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. വേദന തന്നെ ചില ആൾക്കാർ, അതൊരു നല്ല ചോദ്യമാണ് അനുപമ. ചില ആൾക്കാർ ഒരുപക്ഷെ വേദന വരുമ്പോഴായിരിക്കും ട്യൂൺ ഉണ്ടാവണം, ചില ആൾക്കാർ അല്ലാതെ ഒരു കൃതജ്ഞതയിൽ ട്യൂൺ ഉണ്ടാവും, ചില ആൾക്കാർ അല്ലാതെ തന്നെ അവരുടെ ഒരു സാത്വികരായിട്ടുള്ള ആൾക്കാർ ഇതൊന്നും ഇല്ലാണ്ട് ട്യൂൺ ഉണ്ടാവും ചിലപ്പോൾ.